ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഇനി ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2020 ഈ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വിളിച്ചിരുന്നത്. BSc കെമിസ്ട്രി അതുപോലെ BSc ഫിസിക്സ് യോഗ്യതയുള്ളവർക്കാണ് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ജൂലൈ 30 ഗസറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. എന്നിട്ട് സെപ്റ്റംബർ 4 വരെ നിങ്ങൾക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പോൾ നമ്മളോട് തന്നെ ഇപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിലബസ് അവൈലബിൾ ആണോ, എന്തൊക്കെയാണ് നമ്മൾ സിലബസിൽ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ 40 മാർക്കിന് ഫിസിക്സ്, 40 മാർക്കിന് കെമിസ്ട്രി, 10 മാർക്കിന് IT ആൻഡ് സൈബർ ലോ, അതുപോലെ 10 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ടോപ്പിക്സുകൾ മാത്രമായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഇപ്പോൾ 2020 നോട്ടിഫിക്കേഷൻ വിളിച്ച് 2021 എക്സാം നടന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഫിംഗർ പ്രിന്റ് സെർച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ടത്? കാര്യം ഗ്രാജുവേറ്റ് ലെവലിലുള്ള കണ്ടന്റ്സ് ആയിരിക്കണം നിങ്ങൾ നിർബന്ധമായിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ കാരണം നമുക്കറിയാം BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണ് ഈ ഒരു തസ്തികയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ടോപ്പിക്സുകൾ തന്നെ ആയിരിക്കണം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ PSc തന്നിരുന്ന സിലബസ് നമുക്ക് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിന് 40 മാർക്ക്, കെമിസ്ട്രി 40 മാർക്ക്, IT ആൻഡ് സൈബർ ലോ 10 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്ക്. ഈ ഇത്രയുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് ലെവൽ. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലുള്ള കണ്ടന്റ്സ് തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് സിലബസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ആണ് ഇവിടെ തരുന്നത്. നിങ്ങൾ IT ആൻഡ് സൈബർ ലോ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഡിഗ്രി ലെവൽ ഒരുപാട് എക്സാമുകൾ നടന്നിട്ടുണ്ട് അല്ലേ? പ്രിലിമിനറി എക്സാമുകൾ നടന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് മെയിൻസ് എക്സാമുകളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആ എക്സാമുകളുടെ എല്ലാം മെയിൻ ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞ IT ആൻഡ് സൈബർ ലോ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ. അപ്പം അതിലെ സിലബസ് മനസ്സിലാക്കി ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി ആ രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു സബ്ജക്ട്സിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഫിസിക്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മെക്കാനിക്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ക്ലാസിക്കൽ ആൻഡ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. അപ്പോൾ ഈ ഒരു മേഖലകളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിലബസ് അവൈലബിൾ അല്ല, പക്ഷേ നമ്മൾ ഏണസ്റ്റ് അക്കാദമിയുടെ ചീഫ് എഡ്യൂക്കേറ്റേഴ്സ് ചേർന്നിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരും വഴി പറയാം. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ നോക്കാം. അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, കോർഡിനേഷൻ കെമിസ്ട്രി, ഓർഗാനോമെറ്റലിക് കോമ്പൗണ്ട്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് അനാലിസിസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, ഗ്രൂപ്പ് തിയറി, ന്യൂക്ലിയർ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി. ഇതൊക്കെയാണ് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സിലായിട്ട് വരുന്നത്. നമുക്കറിയാം തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ +2 ലെവലിലെ പഠിക്കുന്നതാണ്. അപ്പം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലുള്ള കണ്ടന്റ്സ് നിർബന്ധമായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമിയുടെ വിദഗ്ധരായ അധ്യാപകർ ചേർന്നിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരു സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നിർബന്ധമായി ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കേണ്ടതാണ്. കാരണം നമ്മളിവിടെ ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കുകളിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്, അത് മാത്രമല്ല ഈ പോസ്റ്റിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെ, ഫിംഗർ പ്രിന്റ് സെർച്ചറായിട്ട് കയറുന്ന ഉദ്യോഗത്തിൽ കയറുന്ന നിങ്ങൾക്ക് എന്തെല്ലാം പ്രൊമോഷൻ ലഭിക്കാം, അതുപോലെ എത്ര കാലയളവിനുള്ളിൽ തന്നെ പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെബിനാർ നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യുക. ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം, അതൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ജൂലൈ 30 ഗസറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ BSc കെമിസ്ട്രി അതുപോലെ ഫിസിക്സ് യോഗ്യതയുള്ളവർ തീർച്ചയായും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. കാര്യം ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. സാലറി സ്കെയിൽ കൊണ്ടും അത്യാവശ്യം അലവൻസുകളും കൊണ്ടും നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. സോ
സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ BSc ഫിസിക്സോ കെമിസ്ട്രി ആണെങ്കിൽ നിർബന്ധമായി ഈ പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായും ഏണസ്റ്റ് അക്കാദമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഈ ഫിംഗർ പ്രിന്റ് സെർച്ചറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസും അതുപോലെ ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസും നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റ്സുകൾ ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.